ശ്രീ കെ അനിൽകുമാർ, താങ്കളുടെ മറുപടി. ഞാൻ ഈ ഒരു ചർച്ചയുടെ മര്യാദയ്ക്ക് വേണ്ടി കീഴടങ്ങുകയാണെന്ന് പറഞ്ഞപ്പം അതിൻ്റെ വാച്യാർത്ഥത്തിലെടുത്ത വിഡ്ഢികളോട് ആദ്യം സംസാരിക്കാനുണ്ട്. അന്തസ്സില്ലാത്ത വർത്തമാനം പറയുക എന്ന് പറയുന്നത് ശീലമാക്കരുത്. ഇവിടെ കർത്താവിൻ്റെ അടുക്കളയിൽ ഏതാണ്ട് ചെയ്യുന്ന കാര്യമൊക്കെ പറഞ്ഞല്ലോ. അങ്ങനെ കർത്താവിൻ്റെ അടുക്കളയിൽ പോയി ചെയ്തൊരു പത്രത്തിൻ്റെ പേരാണ് ജന്മഭൂമി. കരിമണൽ കമ്പനിക്ക് അനുകൂലമായി ഇന്ത്യ രാജ്യത്തെ ഏക പത്രം മുഖപ്രസംഗം എഴുതിയ ജന്മഭൂമിയാണ്. ആ കർത്താവിൻ്റെ കമ്പനിക്കെതിരായിട്ടൊരു ലേഖനം എഴുതിയത് ദേശാഭിമാനി ലേഖനം എഴുതിയിട്ടില്ല. ശ്രീ അനിൽകുമാർ, താങ്കളുടെ സമയമാണ്. താങ്കളുടെ സമയമാണ് ശ്രീ അനിൽകുമാർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മൈക്ക് ഓഫ് ചെയ്യ് അദ്ദേഹത്തിൻ്റെ. ഞാൻ പറയുന്നത് ജന്മഭൂമി കരിമണൽ കമ്പനിക്ക് അനുകൂലമായി കരിമണൽ കമ്പനിക്ക് വേണ്ടി മുഖപ്രസംഗം എഴുതിയ വൃത്തികെട്ട നാണം കെട്ട പത്രമാണ് ജന്മഭൂമി. അതിൻ്റെ നേതാവോട് പറയുന്നത് എന്താണ്? അയ്യോ, വിദേശയാത്ര പോകുമ്പോൾ നാണക്കേടാണ്. എന്താ നാണം കെടേണ്ടത്? ഞങ്ങളതിനെ അദാനിയെ കൊണ്ടുപോയോ, അംബാനിയെ കൊണ്ടുപോയോ? പിന്നെ ഒരാളെ കൊണ്ടുപോയിട്ട് മുരളീധരൻ നയതന്ത്രമായ ഒരു കടത്ത് കടത്തിയല്ലോ, ഒരു മഹിളാ മോർച്ചയുടെ സെക്രട്ടറിയെ. മുരളീധരൻ്റെ കൂടെ അങ്ങപ്പറ ദുബായി പോയിട്ട് ഒരു അന്താരാഷ്ട്ര സമ്മേളനത്തിൽ ഇരിക്കുന്നത് കണ്ടല്ലോ ഒരു വനിത. അങ്ങനെ പാഴ്സലായിട്ട് വനിതകളെ കൊണ്ടുപോയ ആ നാണം കെട്ട പണി ആ മുരളീധരനെ ഇറങ്ങിയിരിക്കുന്നത് കേട്ടോ. ഇതൊക്കെ പറയിപ്പിക്കരുത്. ഇനി അവിടെ കേസ് എന്തായെന്ന് എന്നോട് ചോദിച്ചത്. കേസ് ഭരണഘടനാ ബെഞ്ചിന് വിട്ടിരിക്കുക. അതായത് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരുകളെ ദ്രോഹിക്കുന്ന വിഷയത്തിൽ കേരളം കൊടുത്ത സ്യൂട്ട് ഭരണഘടനാ ബെഞ്ചിന് വിട്ട് മനസ്സിലായില്ലേ? ആ മനസ്സിലായിട്ടുണ്ടെങ്കിൽ അർത്ഥം ഉത്തരം നരേന്ദ്രമോദിയെ കൊണ്ട് പറയിപ്പിക്കുമെന്നാണ്. ഇനി മോദിക്ക് പറയാൻ അധികം ആയുസില്ല കേട്ടോ. ജൂൺ 4-ാം തീയതി മോദിയുടെ വെടി തീരും. ഹരിയാനയിൽ വെടി തീർന്നല്ലോ. അതുകൊണ്ട് മോദിക്ക് പറയേണ്ടി വരികയില്ല. അവിടെയാണ് ഞങ്ങൾ കൃത്യമായിട്ട് പറയുന്നത്, നിങ്ങൾക്കെതിരായ യുദ്ധത്തിൽ ഞങ്ങൾ മുൻനിരയിലായിരുന്നു. ആ യുദ്ധം നയിച്ച മുഖ്യമന്ത്രിയാണത്. തീവ്രമായി ഇന്ത്യ രാജ്യത്തെ BJP-ക്കെതിരെ തെരഞ്ഞെടുപ്പിന്റെ പറയട്ടെ, ദുബായിലും സിംഗപ്പൂരിലും ഇന്തോനേഷ്യയിലാണ് മോദിക്കെതിരെ അന്തസ്സില്ലാത്തവർ ഇടയ്ക്ക് ഇടപെടരുത്. മറുപടി പൂർത്തിയാക്കട്ടെ. അനിൽകുമാർ പറയും. അല്ല, അദ്ദേഹം പൂർത്തിയാക്കട്ടെ, അദ്ദേഹത്തിന്റെ ഭാഗം പൂർത്തിയാക്കട്ടെ. ശ്രീ കെ അനിൽകുമാർ, താങ്കൾ പറഞ്ഞോളൂ. ഈ അന്തസ്സില്ലാത്തവർ ഇടയ്ക്ക് വർത്താനം പറയുമ്പോൾ ഞാൻ നരേന്ദ്രമോദിക്കെതിരായി താങ്കളുടെ പോയിന്റ്സ് പറയും. അല്ല, അങ്ങനെ വ്യക്തിപരമായ തർക്കത്തിലേക്ക് പോകാതെ താങ്കളുടെ പോയിന്റ്സ് പറഞ്ഞോളൂ. അതാണല്ലോ ഈ ചർച്ചയിൽ പ്രധാനം. ആളുകൾ പറയട്ടെ. അല്ല, ഞാൻ എൻ്റെ പോയിന്റാണ് പറഞ്ഞത്. ഞാൻ എൻ്റെ പോയിന്റ് കൃത്യമായിട്ട് പറയുകയാണ്. ഞാൻ പറഞ്ഞപ്പോൾ തെറ്റായിട്ട് ഇടപെട്ടപ്പോൾ അവരെ വിലക്കുന്നില്ല ഗോപികൃഷ്ണൻ ഏകപക്ഷീയത കാണിച്ചു ഈ ചർച്ചയിൽ. അത് തന്നെയാണ് തർക്കം. ഞാൻ നിങ്ങളെന്താ പറഞ്ഞത്? അത് ഈ ചർച്ചയുടെ വിഷയമല്ല. അല്ലല്ല, നിങ്ങൾ കാണിച്ച തെറ്റാണ് ഞാൻ ആദ്യം പറയുന്നത്. ഞാൻ സംസാരിച്ച് മറുപടി പറയുമ്പോൾ ഈ ചർച്ചയുടെ വിഷയമല്ല നിങ്ങൾ പറയുക. അവർ എക്സാലോജിക്ക് പറയുക. എക്സാലോജിക്കാ ചർച്ച. എക്സാലോജിക്ക് പറഞ്ഞ് ഞങ്ങളങ്ങ് ഒലിച്ചു പോവോ? ഒലിച്ചു പോയത് കുഴൽനാടനാണ്. അവിടെ തൊപ്പിയിട്ടിട്ട് കണ്ടം വഴി ഓടിയ നേതാക്കന്മാർക്ക് വേണ്ടി അവരുടെ പെട്ടി എടുത്തുകൊണ്ട് നടക്കുന്നവർ വന്നിട്ട് ഞങ്ങളോട് അന്തസ്സ് പിടിപ്പിക്കാൻ വരികയാണോ? അവരോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം മറുപടിയാണ് പറയുന്നത്. അന്തസ്സുള്ള മറുപടിയാണ് പറയുന്നത്. അതുകൊണ്ട് കൃത്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ നയിച്ച മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. ഡൽഹി പോയി സമരം നടത്തിയ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. അതെ, അന്തസ്സളക്കുന്ന യന്ത്രം ഉണ്ടല്ലോ, അത് സുധാകരന്റെ മോൺസൺ മാവുങ്കലിന്റെ വീട്ടിൽ വെച്ചിരിക്കുകയാണ് യന്ത്രം. മോൺസൺ മാവുങ്കലിന്റെ വീട്ടിലെ യന്ത്രം വെച്ചിട്ടുണ്ട്. സുധാകരനോട് എടുക്കാൻ മറന്നുപോയില്ല. പോയി അതുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം അതെ. അതുകൊണ്ട് ഗോപികൃഷ്ണൻ, ഈ ചർച്ചയ്ക്ക് ഒരു മര്യാദയില്ല. ഞാൻ അവസാനിപ്പിച്ചു. നിങ്ങൾ ഇടപെടുന്നുമില്ല. നിങ്ങളുടെ അന്തസ്സില്ലായ്മയാണ് ഈ കാണിക്കുന്നത് ഇപ്പോൾ. കാരണം എനിക്ക് പറയുമ്പോൾ എല്ലാവർക്കും കൂടെ ഇടപെടാം. ഞാൻ നിർത്തി. ഞാൻ താങ്കളോട് സംസാരിക്കാൻ പറഞ്ഞു, താങ്കൾ അത് കേൾക്കുന്നില്ല. അപ്പോൾ എന്തോ സാങ്കേതിക പ്രശ്നം.